നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കോടതി കേസ് തള്ളിക്കളയും. പക്ഷേ അപ്പോഴേക്കും നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും. നമ്മൾ എന്തെയും ഡാഡി ചെയ്യാൻ ഒരുപാടുണ്ട്. ആദ്യം യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടെത്താൻ നമ്മളും പാരലായി ശ്രമിക്കണം. സ്വാമി ഉണ്ടാവും നമ്മളുടെ കൂടെ, പിന്നെ സിദ്ധാർത്ഥനുണ്ടാവും, ദേവികയുണ്ടാവും. മറ്റാരെയും പ്രതീക്ഷിക്കണ്ട. പിന്നെ ഒരു കാര്യം, നീ എപ്പോഴും സുധിമോളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഈ വീട്ടിലാണെങ്കിൽ പോലും അവൾ ഒരിടത്തും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. എന്ത് ഡാഡി, എന്തെങ്കിലും പ്രശ്നം? മറുചോദ്യം ഒന്നും വേണ്ട. ചില അപകടങ്ങൾ ഞാൻ മുൻകൂട്ടി മണക്കും. തൽക്കാലം മോള് അത്രയും അറിഞ്ഞാൽ മതി. ഡോക്ടർ നിരഞ്ജൻ അല്ലേ? അതെ. ഭാര്യയെ രക്ഷിക്കാനായി ഒരു കൊലക്കുറ്റം എടുത്ത് തലയിൽ വെച്ചു അല്ലേ? ഏയ്, ഞാൻ നമുക്കെല്ലാം അറിയാം. പോലീസിൽ നിന്നെല്ലാം പറഞ്ഞിരുന്നു. ഡോക്ടർ ഇതിൽ പ്രതിയൊന്നുമല്ല. ആ പ്രത്യേക കൺസേൺ ഡോക്ടർക്ക് നൽകണമെന്ന്. അല്ലെങ്കിൽ തന്നെ പോലീസ് പറഞ്ഞിട്ട് വേണോ ഞങ്ങൾക്ക് നിരഞ്ജൻ ഡോക്ടറെ അറിയാൻ? എത്രയോ കാലമായി അറിയാം. എന്നെയോ? എങ്ങനെ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച കാർഡിയാക് സർജൻ, ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യുന്ന പാവങ്ങളുടെ സ്വന്തം ഡോക്ടർ. ഇത്രയൊക്കെ പോരെ നിരഞ്ജൻ സാറെ അറിയാൻ? വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, വെളിച്ചപ്പാടിനെ ആരെയും അറിയില്ല. സജീവേ, സാറിനുള്ള യൂണിഫോം എടുത്തു കൊടുക്കും. ശരി സാർ, വരൂ. ഡോക്ടർ വേണ്ട സാറേ, ഞാൻ പിടിച്ചോളാം. വേണ്ട, ഞാൻ പിടിച്ചോളാം. അതാണല്ലോ എന്റെ ശരി. സർ, സെല്ലില് 3 പേര് കൂടിയുണ്ട്. അവന്മാരുടെ പ്രൊഫഷണൽ കാഞ്ഞ വിത്തുകളാ, പക്ഷേ മനസ്സിൽ നന്മയുള്ളവരാ. ഡോക്ടർക്ക് 3 സഹായികൾ. അങ്ങനെ കൂട്ടിയാ മതി. ഒരുത്തം പരുന്ത്, പരുന്ത് പപ്പൻ, കേരളം മുഴുവൻ പറന്നു നടന്ന് മോഷ്ടിക്കും. രണ്ടാമൻ മർമ്മം വേലായുധൻ, മർമ്മവിദ്യക്കാരനാ. ചുരുക്കപ്പേര് മർമ്മലു. മൂന്നാമൻ ജംബു ജമാൻ, ഏതുയരവും ചാടിക്കടന്ന് എന്തും ചെയ്യുന്നതിൽ മിടുക്കൻ.
സാർ ചെല്ല്. വരുന്നേ പർവലു, ജമാലെ, ഇതാണ് നിരഞ്ജൻ ഡോക്ടർ. കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞാണല്ലോ. ഓക്കെ. കയറിക്കോ സാറേ. ഏയ്, ഡോക്ടർ സാറിന് ശല്യം ഉണ്ടാക്കരുത്. ഇല്ല സാറേ, സ്വന്തമായിട്ട് ഈ കുടുംബത്തിന് ഒരു ഫാമിലി ഡോക്ടറെ കിട്ടിയ സന്തോഷത്തിലാ ഞങ്ങള്. ആ ശരി. ഇങ്ങ് താ സാറേ. സാർ ഇവിടെ വിസ്തരിച്ച് കിടന്നോ. ഞങ്ങൾ മൂന്നുപേരും കൂടി ആ മൂലയിലെങ്ങാനും കിടന്നോളാം. ദൈവമേ. അയ്യോ, ദൈവത്തെ വിളിക്കല്ലേ. എന്താ? അതെങ്ങനാ സാറേ? ദൈവത്തെ വിളിച്ചിവിടെ ഇരുന്നാലേ നമ്മളെല്ലാം കാലാകാലം ഇവിടെ ഇരുന്നു പോവും. ദൈവമേ എന്നതിന് പകരമായി ഈ സ്ഥാപനം മുടിഞ്ഞ് മുണ്ടക്കോലെടുക്കട്ടേന്നോ നശിച്ച് നാറാണക്കല്ലെടുക്കട്ടേന്നോ പ്രാർത്ഥിച്ചാ മതി. എന്ത് ചെയ്യാം, ദൈവത്തെ വിളിച്ചു പോയില്ലേ. അയ്യോ, ആഹാ, ആരൊക്കെ ഇത്? കള്ളുവണ്ടി പെങ്ങളോ? സത്യമായിട്ടും ഞാൻ നിങ്ങളുടെ കാര്യം ഓർത്തേ ഉള്ളൂ. സാമ്പ്രാണി കായലിന്റെ ഒരു കൈവഴി ഇങ്ങോട്ട് ഒഴുകി വന്നില്ലല്ലോ എന്ന്. കാഞ്ചന ചേച്ചി, ഞങ്ങള് മൂത്ത് നരച്ച് മുകളിലേക്കുള്ള ടിക്കറ്റും എടുത്തിരിക്കുന്ന നീയാണോ എന്നെ പോലുള്ള യുവതിയെ ചേച്ചി എന്ന് വിളിക്കുന്നത്? എൻ്റെ പൊന്നു മധുരപ്പനേഴുകാരി, ഞങ്ങൾ നിങ്ങളോട് തർക്കത്തിനോ സംസാരത്തിനോ വന്നതല്ല. നിരഞ്ജൻ മോൻ്റെ കാര്യത്തിന് ജയശങ്കർ സാറിനെ കാണാൻ വന്നതാ. ഓ, നിരഞ്ജൻ മോനെ കണ്ടെങ്കിൽ അങ്ങ് ജയിലിൽ ചെല്ലണം. അല്ലാണ്ട് ഇങ്ങോട്ടല്ല വരേണ്ടത്. അപ്പച്ചി. ഓ, അയ്യോ, എന്തോ? അപ്പച്ചി എന്തിനാ അമ്മയോട് ശങ്കരമാവനോട് മോശമായി പെരുമാറുന്നത്? അയ്യോ, ഞാൻ ആരോടോ മോശമായിട്ട് പെരുമാറിയില്ലല്ലോ. പിന്നെ നീ എന്താ പേര് വിളിച്ചത്? അമ്മേ ശങ്കരമാമനെന്നോ? അപ്പോ തള്ളിയും കിളവനും കൊള്ളക്കാരനും എന്നുള്ളൊക്കെ വിട്ടോ? അച്ഛമ്മേ, മോളെ, മോളെ, പൊന്നു മോളെ.